പ്രിയമുള്ളവരെ, തിരമാലകളെ വകഞ്ഞു മാറ്റി കടലിനോട് മല്ലടിച്ച് ഉപജീവനം നടത്തുന്ന ഒരുപറ്റം മനുഷ്യരുടെ പുത്തൻ പ്രതീക്ഷയായി ഹരിഹരപുത്രൻ ഇന്ന് കടലിറങ്ങുകയാണ്. നമ്മുടെ ഭഗവാൻ ഗണപതി ഭഗവാൻ ഡബിൾ സൈഡ് വലയോടുകൂടിയ ഈ ഫിഷിംഗ് ബോട്ട് പൂർത്തീകരിക്കാൻ ഏകദേശം 2 കോടി രൂപയോളം ചെലവ് വരുന്നുണ്ട്. ഒരേ സമയം 100 പേർക്ക് വേണമെങ്കിലും ഈ വള്ളത്തിൽ പണിയെടുക്കാം. ഈ ബോട്ടിൽ സോളാറിൽ പ്രവർത്തിക്കുന്ന 8 CCTV ക്യാമറകളും അതിൽ തന്നെ 2 ഫിഷിങ്ങിന് സഹായിക്കുന്ന എക്കോ സൗണ്ട് സിസ്റ്റവുമായി കണക്റ്റഡുമായിരിക്കും. ഫുള്ളി സെൻസർ ആയിട്ടുള്ള 620 HP CAMC എഞ്ചിനാണ് ഈ ബോട്ടിൻ്റെത്. ഇവിടെ റോപ്പ് ചുറ്റിയെടുക്കുന്ന ഈ കാണുന്ന ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചാണ്. ഈ സീറ്റ് എന്ന് പറയുന്നത് ഈ ബോട്ടിന്റെ ഹോട്ട് സീറ്റ് ആണ്. അതായത് നമ്മുടെ ഈ ബോട്ടിന്റെ പോകേണ്ട ദിശകൾ പറഞ്ഞു കൊടുക്കുന്ന അണിയക്കാരന്റെ സീറ്റാണ് ഈ കാണുന്നത്. നമ്മൾ എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോ 15 RPM വെച്ച് 15 RPM വെച്ച് 10 RPM കിട്ടുന്നുണ്ട്. 10 സ്പീഡ് കിട്ടുന്നുണ്ട്. 10 നോട്ടിക്കൽ മൈൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എതിരെ ഓടിയിട്ട് 13.5 കിട്ടി. ഇനി ഒഴുക്കിനനുസരിച്ച് വിടുവോ? ഇനി ഒഴുക്കിനനുസരിച്ച് അമ്പച്ചൂടെ കിട്ടും. നേരത്തെ ഒഴുക്കിനെതിരെയാണ് ഓടിയത്. അപ്പൊ 19 RPM 13.5 കിട്ടി. എന്ന് വെച്ചാൽ കാറ്റിനും വെള്ളത്തിനും എതിരെ ഓടിയപ്പോ ഇനി ഇപ്പൊ നമ്മളിത് ഇപ്പൊ കാണിക്കാം. ഇതിന്റെ അത് കാണിക്കുന്നില്ലേ 13.2 13.1. അപ്പൊ എതിരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക ഇപ്പൊ. അപ്പൊ ഓരോന്നിനും കാറ്റിനും വെള്ളത്തിനും എതിരെ നിന്ന് ഓടുമ്പോ ഈ 13 നോട്ടിക്കലിന് മേളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അനുകൂലമായിട്ട് ഓടുമ്പോ അതിന് മേളിൽ കിട്ടും. ഈ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തത്? അല്ല, ഇതിന് മുമ്പ് എടുത്ത ആളത് ചെയ്തു. ഇത് പണി എളുപ്പമായി. നേരത്തെ പോലത്തെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല. അപ്പൊ നല്ല സുഖമാണ്, അടിപൊളിയാണ്. ഒറ്റ കൈക്ക് നമ്മൾ കാർ ഓടിക്കുന്നത് പോലെ നമ്മുടെ കൈ നിൽക്കും. അതാണ് ഹരിഹരപുത്രൻ നമ്മുടെ കയ്യിലായിരിക്കണം. പ്ലാസ്റ്റിക് കവർ എല്ലാ ബോട്ടുകാരും 2 ചാക്ക് 3 ചാക്ക് കൊണ്ടുവരുമായിരുന്നു. കവറുകൾ വലയേക്കാറുണ്ട്. എന്നിട്ട് ഇത് കൊണ്ടുവരുന്ന കവറുകൾ പെണ്ണുങ്ങളെ ഉപയോഗിച്ച് സെക്ഷൻ തിരിച്ച് ഉണക്കി മാറ്റുമായിരുന്നു. അവർക്ക് ശമ്പളം കൊടുക്കാൻ വന്നപ്പോൾ അവരിത് ഉപേക്ഷിച്ച് അങ്ങനെ ബോട്ട് പോര് കൊണ്ടുവന്ന് അവിടെ കിടന്ന് പുഴുത്തു പോയി. അങ്ങനെ അതിനുശേഷം ബോട്ട് പോര് കൊണ്ടുവരുന്നില്ല. സർക്കാർ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇത് കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ മാറ്റിക്കൊണ്ട് ഇത് കടലിൻ്റെ അടിത്തട്ടിൽ കൊല്ലം പരപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ ഉള്ളത്. ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ഒരു നടപടി സ്വീകരിക്കണം. ഈ പ്ലാസ്റ്റിക് കവർ ഈ ബോട്ടുകാർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറിനെ കര കൊണ്ടുവന്ന് അതിനെ സർക്കാർ മേഖലയിൽ എല്ലാം തിരിച്ച് മാറ്റണം, സംസ്കരിക്കണം എന്നാണ് പറയാനുള്ളത്. എന്നാൽ ഈ ഫിഷിംഗ് ബോട്ട് പോയാലും ഫിഷിംഗ് വള്ളക്കാരിൽ പോയാലും ഈ ഫിഷിങ്ങിന് നിലനിൽക്കത്തുള്ളൂ. മീനിൻ്റെ ആവാസ വ്യവസ്ഥയെ വിലയിരുത്തിക്കും. മൊത്തം അടിത്തട്ട് മൊത്തം പ്ലാസ്റ്റിക് കവറാണ്. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് കടലിൽ പോകുന്നവരാ? 10-30 വർഷമായി. എല്ലാവരും? ഇല്ല, ഞങ്ങൾ 10 വർഷം കഴിയുള്ളൂ. 10 വർഷം കഴിഞ്ഞു. ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ്. ഓസം. ഇന്ന് ഹരിഹരപുത്രന്റെ ഫസ്റ്റ് ട്രയൽ റൺ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. കടലിലോട്ട് പോയപ്പോൾ സ്പീഡ് കൂടിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് പേടി വന്നു. ഞാൻ ആദ്യമായിട്ടാണ് കടലിലോട്ട് യാത്ര ചെയ്തത്. പക്ഷെ ആദ്യമാണെങ്കിൽ നമുക്ക് അത്ര പേടിക്കേണ്ട കേസൊന്നുമില്ല അല്ലേ? എനിക്ക് പേടി വന്നു. ദൈവമേ അന്നെന്നുള്ള അന്നം തരണമേ എന്നുള്ള മെയിൻ കോട്ടാണ് ഹരിഹരപുത്രനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഹരിഹരപുത്രൻ എന്നും അന്നം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ബൈ.